ഹലോ ഫ്രണ്ട്സ്, ചീനമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ബാക്കുവിൽ നിന്ന് സ്വാഗതം പറയുവാണ്. ഞാനിവിടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കിടന്നത്. രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. എനിക്കിന്ന് നേരെ എംബസിയിൽ പോകണം. അതിൻ്റെ കാര്യമൊക്കെ പറയാം. അതിനു മുമ്പ് എൻ്റെ ഹോസ്റ്റ് ഉണ്ട്. സഫി, ഹൗ ആർ യു? I'm great. Hi, hello. Thank you so much for hosting me. It's pleasure for me. Welcome to Baku. Okay, thank you. We'll get Okay, yeah. സോഫി അങ്ങനെ വർക്കിൽ പോവുകയാണ്. സോഫി ജോലിക്ക് പോവാണ്. ഇവിടെ ഏതാണ്ട് ഒരു പൂച്ചയൊക്കെ ഉണ്ട്. ഹലോ പേഴ്സേ. അങ്ങനെ നല്ല ക്യൂട്ട് പൂച്ചയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. ഞാൻ ഇറാനിലോട്ട് പോകാനായിരുന്നു. ഇറാൻ്റെ വിസ ഇതുവരെയായിട്ട് ഒന്നും ആയില്ല. പോകാൻ വേണ്ടി വിസ കിട്ടി. പക്ഷേ കുവൈറ്റിൻ്റെ ഫ്ലൈറ്റ് വഴി ഭയങ്കര എക്സ്പെൻസീവ്. പിന്നെ കസാക്കിസ്ഥാനിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഉസ്ബെക്കിസ്ഥാനിലോട്ട് ഫ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ ഫ്ലൈറ്റ് കുറച്ച് കഴിയുമ്പോൾ പൈസ കൂടുന്നതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ കിട്ടുന്നില്ല. വിസ എന്തോ വെബ്സൈറ്റിൽ എന്തോ ഒരു പ്രശ്നം. ലാസ്റ്റ് എംബസി പോവാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിക്കേ പൂച്ച. ഞാൻ രാവിലെ ബസ് എടുക്കാൻ വേണ്ടി വന്നു. കാണുന്നതാണ് കേട്ടോ ബാക്കു. അയ്യോ, പൈസ ഇല്ല. അവർക്കായി ഞാൻ പൈസ ഇടാൻ വേണ്ടി പറഞ്ഞുപോയി. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഇരുന്നോളാം എന്നാട്ടോ. വേറെ ഒരു പ്രശ്നമില്ല. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇത് സംഭവിക്കുകയില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിൽ പോയാൽ കാർഡിൽ പൈസ ഇടാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടുത്തെ നഗരത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടുത്തെ മോഡേൺ ബിൽഡിങ്ങുകൾ, ഇവിടുത്തെ പഴയകാല ബിൽഡിങ്ങുകൾ. നമ്മളിനി നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലോട്ടാണ്. സിമ്പിളാണ്. ഇവിടെ കാർഡ് വയ്ക്കുക, ഓരോന്നായിട്ട് പൈസ ഇടുക. ഇത് പോയില്ലല്ലോ. നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മ്യൂസിക് കേൾക്കാൻ പറ്റും കേട്ടോ. ബസ്സിൽ കയറി നേരെ ഉസ്ബെക്കിസ്ഥാൻ എംബസിയിലോട്ടാണ് ഞാൻ പോകുന്നത്. പല വണ്ടികൾ കയറി ഉസ്ബെക്കിസ്ഥാന്റെ എംബസി കറക്റ്റ് മാപ്പിൽ പോലും ഇല്ല. ഇത് തന്നെയും തോട്ടോ. യെസ്, ഇത് തന്നെയാണ് ഉസ്ബെക്കിസ്ഥാന്റെ എംബസി. എന്നാൽ വലുതാണ് കേട്ടോ ഇവരുടെ എംബസി. പക്ഷേ ഇങ്ങോട്ടല്ല, എനിക്കൊന്ന് അങ്ങോട്ട് സൈഡിൽ എന്താണ് പോവേണ്ടത്. നല്ല മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അല്ല കേട്ടോ, എംബസി വേറെ എവിടെയായിരുന്നു. പിന്നീട് അവർ ഇങ്ങോട്ട് മാറ്റിയതാണ്, പുതിയ ലൊക്കേഷനിലോട്ട്. എംബസി പോയിട്ട് വിസ തരുമോയെന്ന് അറിയില്ല. ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ സാധാരണ 3-5 ദിവസത്തിനുള്ളിൽ ഉസ്ബെക്കിസ്ഥാൻ കിട്ടുന്നതാണ്. ബട്ട് ICAO സ്റ്റാൻഡേർഡ് ഫോട്ടോയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ICAO കൊടുത്തിട്ടും ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടും എനിക്ക് വർക്കാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എംബസി വന്നത്. അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ 10,900 രൂപ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ ഒരു സിംഗിൾ എൻട്രി വിസ എടുക്കാൻ പറ്റും. അവർ പറഞ്ഞു നിനക്ക് ഈ വിസ കിട്ടുമല്ലോ എന്ന്. ഞാൻ എംബസി പോയപ്പം ഞാൻ പറഞ്ഞു ഈ വിസ എന്തോ പ്രശ്നമാണ്, എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യും. ഞാനങ്ങനെ ഓൺലൈനിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ, മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു. ഇനി ഞാൻ ഫോട്ടോ എടുക്കണം. ഫോട്ടോ വീട്ടിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ബാഗിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഫോട്ടോ എടുക്കണം, പിന്നെ പാസ്പോർട്ട് പ്രിൻ്റ് ചെയ്യണം. അതെല്ലാം കൊണ്ടുവന്നിട്ട് വീണ്ടും എനിക്ക് എംബസിയിൽ പോകണം. അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാന്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. ഫോട്ടോ എടുക്കട്ടെ. കടയിൽ വന്നിട്ട് ഇനി ഇതിൻ്റെ കോപ്പി എടുത്ത്, പാസ്പോർട്ടിൻ്റെ കോപ്പി. ഞാനങ്ങനെ എംബസിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു റെസ്പോൺസും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കുവാണ്. ഇതെല്ലാം ഇവിടെ ഉള്ള എല്ലാം ഷിയ പള്ളിയാണ്, ഷിയ വിഭാഗമാണ് കേട്ടോ ഈ അസർബൈജാനിലുള്ള കൂടുതലും. നമ്മുടെ മെട്രോയുടെ അടിയിൽ കൂടെ നടക്കുവാണ്. ഇവിടെ റോഡിൻ്റെ അടിയിലുള്ള സബ്വേ ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് മാർക്കറ്റാണ്. റോഡിൻ്റെ അടിയിൽ ഉള്ള ഇതിൽ ഫുള്ള് ക്ലോത്തിങ്, പിന്നെ സാധാരണ ദിവസേനയായിട്ടുള്ള സംഭവങ്ങൾ, ഹൗസ് ഹോൾഡ് സാധനങ്ങൾ, കൂടുതൽ ഡ്രസ്സും ക്യാപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ള കടകൾ. ഇവിടുത്തെ ബാക്കുവിലെ മാരിയറ്റ് ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ട ഒരു പാർലമെൻറ്റ് മന്ദിരവും ഇവിടുത്തെ സിറ്റി ഹാളൊക്കെ പോലെ ഇരിക്കും. ബട്ട് പാർലമെൻറ്റ് മന്ദിരമാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ഒരു നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. നമ്മൾ ലോകത്തിൻ്റെ 6ാമത്തെ ഇതിലൊക്കെ സ്ഥാനത്തൊക്കെ കിടക്കുമ്പോൾ ഇവിടെ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ വളരെ പിന്നിലാണ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അവർ ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻനെസ്, അതിൻ്റെ പ്രധാന കാരണം സോവിയറ്റാണ് കേട്ടോ. അസർബൈജാനിലെ പല ആളുകൾക്കും സോവിയറ്റിനെ ഇഷ്ടമില്ലെങ്കിൽ പോലും
റഷ്യയൊക്കെ ഇഷ്ടമില്ലെങ്കിൽ പോലും സോവിയറ്റിൻ്റെ കാലം കൊണ്ടാണൊക്കെയാണ് ഇവർക്ക് പലതും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ആ കാണുന്ന ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പോളിഷ് രീതി ആർക്കിടെക്ചറൊക്കെയാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുമ്പോൾ പണ്ടത്തെ ഓയിലിൻ്റെ ബൂമിൻ്റെ ശേഷം വന്ന ഒരു യൂറോപ്യൻ ആർക്കിടെക്ചർ വന്ന് പണിത കുറേ ബിൽഡിങ്സ് ഒക്കെയാണ്. ഞാൻ എംബസിയിൽ പോയി അങ്ങനെ അവസാനം ഒരു ഹോപ്പൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു ഇന്ത്യൻ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ ഇങ്ങനെ എന്നെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വാ ഇവിടെ സ്റ്റേ ആന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ഹോസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറ്റുമെങ്കിൽ നാളെ ഇങ്ങോട്ട് വരാം. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. പുള്ളിക്കാരൻ ഇവിടെ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ബ്രോ കൈസായേ? Hello guys. What's your name? I'm Abhay Mankar from Nagpur, Maharashtra. Not very far from Kerala. Yeah, not very far. How's life here? Yeah, life here is quite very fine. It's like very good, silent. You like Azerbaijan? Yeah, in Azerbaijan. Yeah. Why do you like Azerbaijan? Because of many reasons. Means it is not far from India, and also you can find everything, Indian food, and lots of Indian people here. Therefore, I like here Azerbaijan, and also the weather here is very good. Azerbaijani weather. അടിപൊളി. ഇതാ മസാല ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ അസർബൈജാനികൾക്ക് അതൊരു സത്യമാണ്, ഇവർ അർമേനിയയും അസർബൈജാനും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണല്ലോ. അപ്പോൾ അതിൽ പണ്ടെന്ന് പറയുമ്പം ഇന്ത്യ എന്ന് പറയുന്നത് അർമേനിയക്കാണ് കേട്ടോ ഒരു രീതിയിൽ ഒരിത് കൊടുത്തിട്ടുള്ളത്, സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഓപ്പണായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അസർബൈജാനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചില ആളുകൾക്ക് ആ കാര്യത്തിൽ ഇന്ത്യയെ വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ് ഈ സോവിയറ്റ് കൺട്രീസിൽ, എക്സ് സോവിയറ്റ് കൺട്രീസിൽ. അതിൻ്റെ പ്രധാന കാരണം ബോളിവുഡ് കുറേ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇഷ്ടം തന്നെയാണ്. ബട്ട് ഈ ഒരു പൊളിറ്റിക്കൽ വരുമ്പോൾ ചില ആളുകൾക്ക് അതുകൊണ്ട് മാത്രം ഇന്ത്യ വലിയ താല്പര്യമില്ല. അത് നേരത്തെ അവൻ പറഞ്ഞതാണ്, പിന്നെ അതെനിക്ക് അറിയാമായിരുന്നു. നമ്മുടെ ബ്രോയും കൂടി നമ്മളൊരു ഈവൻറ്റിലോട്ട് പോവുകയാണ് പുറത്തോട്ട്. വൈകുന്നേരം ആയപ്പോൾ ഓഫീസൊക്കെ വിടുന്ന സമയമായിട്ടുണ്ട്. ആളുകളെല്ലാം ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീടുകളിലോട്ട് പോകുന്ന ഒരു സമയമാണ്. ട്രാഫിക് അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ഉണ്ട്. ഈ കാണുന്ന ഇവിടെ എല്ലാം ഈ ഒരു കളർ തീമിലുള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ ഇത് നമ്മുടെ ഹിൽട്ടൻ്റെ ഹോട്ടല്. നടന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു അവന്യൂലോട്ട് നടന്ന് കയറിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കാസ്പിയൻ സീയിലെ കാഴ്ചകളാണ്. നമ്മുടെ അസർബൈജാൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ കാണുന്ന ബിൽഡിങ്ങുകൾ ഓൾഡ് ടൗൺ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ അസർബൈജാനിലെ ബാക്കു എന്ന് പറയുമ്പോൾ ആളുകളുടെ മുന്നിൽ വരുന്നത് ഈ ഒരു ചിത്രമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫ്ലൈയിങ് ടവേഴ്സ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്. പിന്നെ അവിടെ നമ്മുടെ ഒരു ഒബ്സർവേറ്ററി ടവറോ എന്തോ ആണ്. അതിൻ്റെ താഴെയായിട്ടൊരു അസർബൈജാൻ പതാകയൊക്കെ പാറി പറക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സീ മോൾ കേട്ടോ. അവിടെ നമ്മുടെ കാസ്പിയൻ സീയുടെ അങ്ങറ്റത്ത് ഒരു വലിയൊരു ഫ്ലാഗ് പോൾ കാണാൻ സാധിക്കും. ഈ ഫ്ലൈയിങ് ബിൽഡിങ്ങിലില്ലേ, ഈ ഒരു ബിൽഡിങ്ങിലില്ലേ, ഇതിൽ 3 എണ്ണത്തിൽ ഒന്ന് റെസിഡൻഷ്യൽ ബിൽഡിങ്, ഒന്ന് ഓഫീസ് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഹോട്ടൽ ഓൺ ചെയ്യുന്നതാണ്. കാസ്പിയൻ സീയുടെ ഇവിടെയൊക്കെ അവർ ഓയിലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അസർബൈജാനിൽ ഓയിലും ഇതൊക്കെയാണല്ലോ, ഗ്യാസൊക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഉള്ള കടലിൻ്റെ ഭാഗത്തെല്ലാം ഒരുമാതിരി ഭയങ്കര ഡേർട്ടി ആയിട്ട് അടിഞ്ഞു കിടക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ പല കടലുകളും ഇതുപോലെയാണ്. ഭയങ്കര ഒരു വൃത്തികേടുതാ, കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നില്ലേ. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇതുപോലുള്ള കുറേ പേര് മ്യൂസിക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ പേര് ഇവിടെ എല്ലാം ഇരിക്കുവാണ് കേട്ടോ. നല്ലൊരു ഏരിയ. നമ്മുടെ അസർബൈജാൻ്റെ ട്രൈ കളറായിട്ടുള്ള ഫ്ലാഗ് ഇവിടെ പാറി പറക്കുവാണ്. അതിൽ നമ്മുടെ പച്ച ഇവിടുത്തെ മതമായിട്ടുള്ള ഇസ്ലാമിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നമ്മുടെ റെഡിൽ തുർക്കിഷിൻ്റെ ഒരു ക്രസൻറ്റ്, മൂൺ ക്രസൻറ്റ് വരുന്നത് ഇവരുടെ ഒരു എത്തിനിസിറ്റി ആയിട്ടുള്ള തുർക്ക് അല്ലെങ്കിൽ തുർക്കിയുടെ ഒരു ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ മുകളിൽ കാണുന്ന കളർ അതാണ് ഇവരുടെ ഒരു ഡെമോക്രാസിയോ ഇവരുടെ ഒരു രാജ്യത്തിൻ്റെ കളർ എന്തോ ആയിട്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നേഴായിട്ടാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ബിൽഡിങ്, മോഡേൺ ആർക്കിടെക്ചർ ആയിട്ടുള്ള ഇവിടുത്തെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതുപോലെ കുട്ടികൾക്ക് പോകാനായിട്ടുള്ള ട്രെയിനൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇവരുടെ അസർബൈജാൻ്റെ പാട്രിയോട്ടിക് സോങ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ മുഴങ്ങുന്നുണ്ട്. കൊള്ളാമല്ലോ. ഇവിടെ ചെറിയൊരു ലേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട്, മാൻമെയ്ഡ് ലേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ബോട്ട് റൈഡ് സംഭവങ്ങൾ. നല്ല വലിയ പാർക്കാണ്. ആ ഒരു ഭാഗത്തോട്ടൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാർക്കാണിത്.
പിന്നെയാണ് അവർ മിനി വെന്നീസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മിനി വെന്നീസ്. അത്യാവശ്യം ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് മിനി വെന്നീസ് എന്ന് പറയുന്നത്. മിനി വെന്നീസ് എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു നീളം ഇതിനുണ്ട്. ഇതിനടുത്തായിട്ട് ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ നോക്കുമ്പോഴും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണരൂപം കാണാം. ഇവിടെ നമ്മുടെ മോള്, പ്രസിദ്ധമായിട്ടുള്ള മോള്. ട്രഡീഷണലി ഈ രാജ്യത്ത് കാർപ്പറ്റിൻ്റെ കൾച്ചർ അത്യാവശ്യമുണ്ട്. അതിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. കാർപ്പറ്റ് മ്യൂസിയമാണ് ഈ കാണുന്നത്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് അത്യാവശ്യം ഉണ്ട് ഇവിടെ. പിന്നെ പല ആളുകളും ഇതുപോലുള്ള സ്ട്രോബെറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നടന്ന് വിൽക്കുന്നുണ്ട്. മാസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനിടയിൽ ഇവിടുത്തെ ഒരു ക്ലബ് ലൈഫൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോയായിരുന്നു. ആസ്വദിച്ച് വന്നു. ഞാനിപ്പോൾ ദാ ഈ കാണുന്ന ബസ്സില്ലേ, ഇത് നമ്മുടെ എയർപോർട്ടിലോട്ട് പോകുന്ന H1 ബസ്സാണ്. എയർപോർട്ട് എക്സ്പ്രസ് ആണ്. എയർപോർട്ട് എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ 28 മെയ് എന്ന് പറയുന്ന ഒരു സ്ഥലം. എന്നിട്ട് ഞാനിവിടെ നിന്ന് എയർപോർട്ടിലോട്ട് പോവാം. 28 മെയ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു 28 മോളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിൻ്റെ കൂടെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ. ഈ കാണുന്ന ഒരു മോസ്ക. അങ്ങനെ നമ്മുടെ എയർപോർട്ട് ബസ്സിൽ കയറിയിട്ട് ഞാനിതാ എയർപോർട്ടിലോട്ട് എൻ്റർ ചെയ്യുവാണ്. എയർപോർട്ടിൽ പോയിട്ട് ആരെയാണ് വിളിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഗസ് ചെയ്ത് നോക്ക്. നമ്മുടെ ടെർമിനൽ 1ൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ടെർമിനൽ 1ലോട്ടാണ് ഞാൻ വന്നത്. കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ 2 ആയിട്ട് വരുന്നത്. ഇവിടെ ഉള്ള ടാക്സികളെല്ലാം ഇതുപോലത്തുള്ള ടാക്സികളാണ്. യൂബറോ സംഭവങ്ങളൊന്നും ഇവിടെ വർക്കാവില്ല കേട്ടോ എയർപോർട്ടിൻ്റെ പരിസരത്ത്. പക്ഷേ യൂബറും ബോൾട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാണ്. ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അറൈവലിൽ. നമ്മുടെ അസർബൈജാൻ്റെ വിമാനത്തിലാണ് കേട്ടോ. ജോർജിയ എന്നാണ് വരുന്നത്. അസർബൈജാൻ്റെ വിമാനത്തിലാണ് വരുന്നത്. ആളിവിടെ നിൽക്കുകയാണ്. Why you become so scared? സായി ആണ് വന്നിട്ടുള്ളത്. സായി വെൽക്കം. Gracias. വെൽക്കം ടു നമ്മളെ 8ാമത്തെ ഒരുമിച്ചുള്ള രാജ്യമാണ്. ഇറ്റ്സ് 8th country we are together, right? 11? 11ാമത്തെ രാജ്യമാണ് കേട്ടോ നമ്മൾ ഒരുമിച്ചതുള്ളത്. മറന്നു കേട്ടോ ഏതൊക്കെ രാജ്യമാണെന്ന്. ഞാനും സായുമായിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കല്യാണത്തിൻ്റെ സ്യൂട്ടുകളൊക്കെ ആണല്ലോ. മനോഹരമായിട്ടുള്ള അടിപൊളി കല്യാണത്തിൻ്റെ സ്യൂട്ട് ഡ്രസ്സുകൾ. അസർബൈജാൻ മുസ്ലിം രാഷ്ട്രമാണെങ്കിലും അവർ പൊതുവെ അവരുടെ ഒരു കൾച്ചർ പരമായിട്ട് വെള്ള വസ്ത്രങ്ങൾ, നമ്മൾ പൊതുവെ ഒരു ക്രിസ്ത്യൻ കാത്തലിക് വെഡ്ഡിങ്ങിലൊക്കെ കാണുന്ന പോലത്തെ തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് ധരിക്കുന്നത്. തുർക്കിയിലായാലും നല്ല രസമുള്ള ഡ്രസ്സുകൾ, അടിപൊളി. ഇവിടെ ഫുള്ള് ഇവിടുത്തെ അമ്പരച്ചുംബികളായിട്ടുള്ള ആഡംബര ന്യൂ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഓഫീസ് ബിൽഡിങ്ങുകളാണ്. ഇതെല്ലാം ഓഫീസ് ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഇതുപോലത്തുള്ള കുറേ ന്യൂ മോഡേൺ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇവിടെ സ്പാനിഷിൽ വ്ളോഗ് എടുക്കുവാണ്. നമ്മളിനി ഇവിടുത്തെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇവിടുത്തെ മോളിൽ വല്ലതും പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആ ബിൽഡിങ്ങൊക്കെ അതിൻ്റെ അപ്പുറത്ത് വശത്താണ് നമ്മുടെ കാസ്പിയൻ സീ. കാസ്പിയൻ സീ എന്ന് പറയുമ്പം ലോകത്തിലെ ഏറ്റവും വലിയൊരു ലേക്കാണ്. ഇവിടുത്തെ ചില കാണുമ്പോൾ ഈ മോഡേൺ ബിൽഡിങ്ങും കുറച്ചൊരു ഇതുപോലുള്ള ബിൽഡിങ്ങൊക്കെ വരുമ്പോൾ നമുക്ക് ഗൾഫ് കൺട്രീസൊക്കെ പോലെ തോന്നും. മാളിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ വ്യൂ നോക്കിക്കുക. ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് നമ്മുടെ കാശ്മീർ ഭാഗത്തുള്ള ഒരു വ്യൂ കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു പോസ്റ്റ് കാർഡിൻ്റെ പിക്ചർ വരുന്ന അസർബൈജാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവം ഇതാണ് കേട്ടോ. നമ്മുടെ ക്രസൻറ്റ് മാളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. ഈ നേരെ കാണുന്നത് നമ്മുടെ കാസ്പിയൻ തടാകമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ താഴെ വാട്ടർ ഫൗണ്ടൈനിലുള്ള ചെറിയൊരു ഫൗണ്ടൈൻ കാഴ്ചകളൊക്കെയാണ്. മ്യൂസിക്കൽ ഫൗണ്ടൈൻ. ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നോക്കിക്കേ. അടിപൊളി, ഭയങ്കര മനോഹരം. ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഏറ്റവും ഇവിടുത്തെ ജ്വലിച്ച് നിൽക്കുന്നത്. അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിട്ടുണ്ട് പല രീതിയിൽ. ചില സമയത്ത് നമ്മുടെ അസർബൈജാൻ്റെ ഫ്ലാഗൊക്കെയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ വലിയ ഫ്ലാഗ് ഇതാ അസർബൈജാൻ്റെ. ഇവിടെ നമ്മുടെ അസർബൈജാൻ്റെ ഫ്ലാഗ് ഞാൻ പറഞ്ഞില്ലേ. സായി പോയിട്ടുണ്ട് കേട്ടോ. സായി ബസ്സിൽ കയറി പോവുകയാണ്. സായി ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. നമ്മൾ ഓൾറെഡി ഒരുമിച്ച് സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു.